നമുക്ക് നാട്ടികയിലേക്ക് പോകണം അല്ലേ? അതെ, അതെ. നാട്ടികയിൽ ഒരു നാടകം നടന്നു. അതായത് അവിടുത്തെ MLA കോൺഗ്രസിലേക്ക് പോകുമെന്ന് പറഞ്ഞു. പക്ഷെ അവസാനം എത്തിച്ചേർന്നത് BJP-യിലാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിയുമാണ്. ശരി. നാട്ടികയിൽ CC മുകുന്ദന്റെ സ്ഥാനാർത്ഥിത്വം വൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ BJP. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നാട്ടികയിൽ 33,000-ഓളം വോട്ടുകൾ നേടാൻ സാധിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 66,000-ആക്കി ഉയർത്താൻ സാധിച്ചത് BJPയുടെ ആത്മവിശ്വാസം ഇരട്ടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം നാട്ടിക MLA ആയിരുന്ന CC മുകുന്ദൻ BJP-യിലെത്തിയതോടെ NDA ക്യാമ്പ് നാട്ടികയിൽ വലിയ പ്രതീക്ഷയിലാണ്. CC മുകുന്ദൻ നാട്ടികയിൽ സ്ഥാനാർത്ഥിയാകുന്നതോടെ CPIയുടെ ഒരു വിഭാഗം വോട്ടും നിഷ്പക്ഷരായിട്ടുള്ളവരുടെ വോട്ടുകളും നേടാനാകുമെന്നാണ് NDA കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 33,716 വോട്ടുകളാണ് BJPക്ക് നാട്ടികയിൽ സമാഹരിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ നാട്ടികയുടെ രാഷ്ട്രീയ ചരിത്രം മുഴുവൻ മാറിമറിഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ NDAക്ക് 66,854 വോട്ട് ഉയർത്താൻ സാധിച്ചു. ഇതാണ് BJPക്ക് നാട്ടിക നൽകുന്ന ആത്മവിശ്വാസം. LDF സ്ഥാനാർത്ഥിയായി ഗീതാ ഗോപി എത്തുമ്പോൾ പേയ്മെന്റ് സീറ്റ് വിവാദമടക്കം നാട്ടികയിൽ ചർച്ചയാവുകയാണ്. ഇത് LDFന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സുനിൽ ലാലൂർ കൂടി എത്തിയതോടെ ത്രികോണപ്പോരിൽ തിളച്ചു മറിയുകയാണ് നാട്ടികപ്പോര്. ജനം, തൃശൂർ. ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട്ടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്നായ സൗത്ത് മണ്ഡലത്തിൽ അട്ടിമറി വിജയം ഉറപ്പിച്ച് BJP. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസാണ് ഇത്തവണ രംഗത്തിറങ്ങി.